നമ്മുടെ ജീവിതകാലം മുഴുവനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് പ്രഥമ ശുശ്രൂഷയാണ് അല്ലേ, ഫസ്റ്റ് എയ്ഡ്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഏറ്റവും കഴിവുള്ള വ്യക്തി ആരാണെന്നറിയോ? അത് ആ മനുഷ്യനോട് ഒപ്പമുള്ള വ്യക്തിയോ അല്ല ആ മനുഷ്യനോ തന്നെയാണ്. അതിന് ഫസ്റ്റ് എയ്ഡ് അറിയണം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവൻ ആ ബ്ലീഡിങ് പെട്ടെന്ന് നിർത്താൻ അറിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പം നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ തൊട്ടൊരാൾക്കൊരു നെഞ്ചുവേദന വന്നു, നിങ്ങളെന്താ ചെയ്യുക? അല്ലെങ്കിൽ ഒരാൾ കൊഴിഞ്ഞു കൊടുക്കുന്നു, എന്തെങ്കിലും അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് എയ്ഡ് ആണല്ലേ. ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യ വിരുദ്ധ ദിനമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു ദിനം കൂടിയാണ്, വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം ഒരു വിഷയത്തിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളൊരു വിഷയമാണത്. പിന്നെ സൂക്ഷിച്ച് മാത്രം പറയേണ്ട ഒരു വിഷയമാണ്. പക്ക പ്രൊഫഷണലായിട്ട് തന്നെ പറഞ്ഞു തരേണ്ടതും ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ പറയേണ്ടതുമായിട്ട് കാര്യമായതുകൊണ്ട്, കുറച്ചൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് ഡെമോ ചെയ്ത് കാണിച്ചിട്ട് കാര്യമായതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ ഞാൻ അത് നിങ്ങൾ പങ്കുവെക്കുന്നില്ല. പക്ഷേ ഈ ദിവസത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുമെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും വേൾഡ് ഫസ്റ്റ് എയ്ഡിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും നമുക്ക് സ്വയം ഫസ്റ്റ് എയ്ഡ് സ്വീകരിക്കാനും വേണ്ടി പാകത്തിൽ അറിവുകൾ നിങ്ങൾ നവീകരിച്ചു കൊണ്ടേയിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ആപ്പുണ്ട്. സെൻറ്റ് ജോൺസ് ആംബുലൻസ് എന്ന ഒരു UK-ത്താന്ന് തോന്നുന്നു, അവർ ഇറക്കിയ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഓരോ കാര്യത്തിലും എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് വീഡിയോ രൂപത്തിലും ഇൻസ്ട്രക്ഷൻ രൂപത്തിലൊക്കെ ഉണ്ട്. പക്ക അതിൽ ഇംഗ്ലീഷിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം വേർഷനിലേക്ക് അത് പരിഭാഷപ്പെടുത്തി തരും. അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ ഫസ്റ്റ് എയ്ഡ് നൽകാതിരിക്കാനോ ഉള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. കാരണം നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും വലിയൊരു സൗഭാഗ്യം എന്താ ഉള്ളത്. ആ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. സെൻറ്റ് ജോൺസ് ആംബുലൻസ് ആപ്പ് അതെങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. എന്തായാലും ഇപ്പം ഞാൻ വേൾഡ് ഹാപ്പി ഫസ്റ്റ് എയ്ഡ് ഡേ. ബൈ.